ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. വേറെ കാര്യമൊന്നുമില്ല, ഇന്ന് ശനിയും ഞായറും ഞങ്ങൾക്ക് ക്ലാസ്സില്ല. അപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. സോ ഇപ്പം സമയം ഇവിടെ 10:10 കഴിഞ്ഞു. ഞാനൊരു 9:30 ആയപ്പോൾ എണീറ്റു. എവിടെ ഓക്കെ, രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ആൻസിയ 10 മണിയായപ്പോൾ എണീറ്റു, അവളും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. അപ്പം നമ്മളിന്ന് എന്താക്കുന്നേ? ചേച്ചി ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാന്ന് വിചാരിച്ചു. അതൊക്കെ രാവിലെ എന്റെ അടുത്ത് വീഡിയോ കൊണ്ട് വന്നിട്ട് പറയാ, നിന്നെ ഞാൻ വീഡിയോ എടുക്കുമ്പോ എണീറ്റോ, അങ്ങനെ എണീപ്പിച്ചാണ് ഗൈസ്. എന്താ ഇന്ന് ചെയ്യാൻ പോന്നേ? ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് അതല്ല, എന്താ നമ്മൾ ഫുഡിനാക്കാൻ പോകുന്നത്? കപ്പയും ചിക്കനും ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു. അതിന്റെ പ്രകസനമാണ് ഗൈസ് ഞങ്ങൾക്ക്. അപ്പം ഞങ്ങൾ ഇപ്പം ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ 2 ദിവസം ഞാൻ പണിയെടുക്കും, 2 ദിവസം ആൻസിയെ പണിയെടുക്കും ഫുഡാക്കുന്ന കാര്യത്തിൽ. അതുകൊണ്ട് ഇന്നും നാളെയും ചേച്ചിയുടെ ഡ്യൂട്ടിയാണ്. അപ്പം ഞാൻ പണിയെടുക്കുമ്പം ആൻസിക്ക് ബുദ്ധിമുട്ടായാലോ പണിയെടുക്കാണ്ടിരുന്നാല്. അപ്പം ഞാൻ അവൾക്ക് പണി കൊടുത്തു. അവളിന്ന് ഇവിടുത്തെ പണി അടിച്ചു വരല് തുടക്കില് അല്ല, ഞാൻ ഫുഡാക്കി തരുന്നില്ലേ. അപ്പം ഒരാഴ്ച തിയറിയൊക്കെ ആകുമ്പോ ഞങ്ങള് ഈ ശനിയും ഞായറാട്ടോ വീടൊക്കെ വൃത്തിയാക്കുന്നത്. അപ്പൊ ഇന്ന് ആൻസിക്കാണ് അതിന്റെ ചുമതല. തുടക്കലൊന്നും ഇല്ല, വെറുതെ അടിച്ചു വാരല് മാത്രം. തുടക്കലൊക്കെ കിട്ടും. അപ്പൊ ഞാന് ചിക്കൻ തൊലി പൊളിക്കണം, കറിയാക്കണം. കപ്പ എന്താക്കണം? കപ്പ നമുക്ക് എവിടെ നിന്ന് കിട്ടി? കപ്പ അച്ഛൻ തന്നത്. അച്ഛൻ ഏഷ്യൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചു. അപ്പൊ സ്നേഹത്തെ പ്രതി അച്ഛൻ ഞങ്ങൾക്ക് ഒരു പാക്കറ്റ് തന്നു. അതിന് ഒരു പകുതി അവർക്ക് കൊടുക്കാനുള്ളതാ. ഓക്കെ, അപ്പൊ ഞങ്ങൾ പകുതിയാക്കാൻ പോവാ. അത് ഞങ്ങള് മുറിച്ച് കപ്പ മുറിക്കണോ? പക്ഷെ ഈ മറ്റേ തൊണ്ടുള്ള കപ്പയല്ല, അത് ഫ്രോസണാ. അത് എല്ലാം തൊണ്ടൊക്കെ കളഞ്ഞു കഴിഞ്ഞ നമ്മള് മറ്റേ കുഞ്ഞി കഷ്ണങ്ങളാക്കി മുറിക്കണം. പിന്നെ ചിക്കൻ വെള്ളത്തിലിട്ടിട്ടുണ്ട്, അതെനിക്ക് മുറിക്കണം. അതെന്ത് മലയാളം എഴുതിയിട്ടുണ്ട്. അപ്പൊ ചേച്ചി ഇതാ ഇവിടെ ചിക്കന്റെ തൊലി കളഞ്ഞോണ്ടിരിക്കുകയാണ്. പ്രയത്നത്തിലാണ്. ഭയങ്കര വലിക്കങ്ങോട്ട് വലിഞ്ഞിട്ട് വരുന്നില്ല. അതുകൊണ്ടല്ലേ ഇത് ഞാൻ എങ്ങനെയോ കഷ്ടപ്പെട്ട് ഇതിന്റെ ആക്കാൻ പറ്റും. ഒരെണ്ണം നല്ല വൃത്തിക്കാണ് കളഞ്ഞിരിക്കുന്നത്. വൃത്തിക്ക് കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ ഇനി ഇങ്ങനെ കണ്ടിച്ച് കളയണം. ചിക്കന്റെ ലെഗാണ് കേട്ടോ, 6 എണ്ണം ഉണ്ട്. അല്ല, ഞാനത് ഇവിടെ മുറിക്കും, അപ്പൊ നമുക്ക് കഷ്ണം കിട്ടൂല. ചേച്ചി വേറൊരു ടൈപ്പാണ് കഴിച്ചു. എവിടെ നമുക്ക് 2 ദിവസം കൂട്ടാനുള്ള എളുപ്പ വഴി പറഞ്ഞപ്പോ, എന്നാലും എനിക്ക് ചിക്കൻ മുഴുവൻ തിന്നണം. ഇവിടെ കുറച്ച് ദശ എടുക്കുന്ന ഞാൻ ഉദ്ദേശിച്ചേ. കപ്പ ഞാൻ ഇവിടെ മുളകൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. എനിക്കൊരെണ്ണം വായിൽ വെച്ചിരോ? പക്ഷെ കട്ടിയില്ല. അപ്പൊ കപ്പ മുറിച്ചാക്കിയിട്ടുണ്ട്. കുക്കറിന്റെ സൈഡ് നോക്കണ്ടേ ഗൈസ്? ചിക്കൻ നോക്കൂ, സുന്ദര കുട്ടപ്പമായി പെരണ്ടിരിക്കുക. ഇനിയിപ്പൊ കപ്പയില് കുറച്ച് അത്ര മതിയായിരിക്കില്ലേ? എനിക്കറിയാൻ പാടില്ല, ചേച്ചിന്റെ അളവിനനുസരിച്ചിട്ട്. ഇത്രയും മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പും വെള്ളം ആക്കിയിട്ട് നമ്മൾ ഒരു 3 വിസിൽ അടിക്കാൻ വേണ്ടിയിട്ട്. ബട്ട് ഇതിന് 3 വിസിൽ വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം ഇത് ഭയങ്കര സ്പോഞ്ച് പോലത്തെ കപ്പയാണ്. കണ്ടില്ലേ? ഇല്ല, ഒരു 3 വിസിൽ അടിക്കട്ടെ. കുഴഞ്ഞു പോയാലും നമ്മളെല്ലാം തിന്നുന്നത്, അതുകൊണ്ട് അതിനിപ്പോൾ വെള്ളം എടുക്കും. ഇപ്പോൾ എൻ്റെ തക്കാളി ഉള്ളിയൊക്കെ എരിഞ്ഞു കഴിഞ്ഞു. സമയത്ത് ആൻസിൻ്റെ വീട്ടിൽ നിന്ന് അമ്മ വിളിക്കുന്നുണ്ട്.
ഹായ് അമ്മേ. ആണ് ഞങ്ങളുടെ അമ്മ. അമ്മേനെ നാളെ ഞാൻ യൂട്യൂബിൽ ഇടുവേ. ദേ ആ പല്ലുകൾ നോക്കൂ. പാവന്റെ അമ്മയ്ക്ക് ആകെ 2 വല്ലോ ഉള്ളൂ. 3 വിസിലടിച്ചു guys. അപ്പം കപ്പ വറവിടുന്ന പ്രിപ്പറേഷൻ വറവല്ലേ വറവിടുന്ന പ്രിപ്പറേഷൻ തുടങ്ങി. എന്നാ താളിക്കല് വറവ് താളിക്കല് വറവാണ്. മറ്റേ ഇത് ഇടണം. എന്ത് ഇതാ എന്തോരം വേണം? അയ്യോ വലിയ കഷ്ണം ചാടി. ഇത്ര മതിയോ? ചേച്ചി എന്നെ കൊണ്ട് ബാത്റൂമിൽ ചേച്ചി ഇറക്കുന്നു തോന്നുന്നത്. അതെനിക്ക് തോന്നുന്നുണ്ട്. ഇത് മതിയായിരിക്കുവാ? ചെറിയുള്ളി ഒന്നും ഇല്ലാത്തോണ്ടാട്ടോ. ചെറിയുള്ളി ഇല്ല. ഒരു തട്ടിക്കൂട്ട് കരിയാപ്പില്ല. കപ്പയും ചിക്കനും. പോരെ? ചേച്ചി ഉണ്ടല്ലോ ഏത് നേരം ഈ ലൈറ്റ് ഇടും രാവിലെ. എനിക്കിതുണ്ടല്ലോ ദേഷ്യം വരും. അപ്പൊ നമ്മള് എന്താണ് കടുക് താളിച്ച് എന്താ ഇവിടെ എന്താ പറയുന്നത്? കടുക് വറവിട്ടു. അപ്പൊ കപ്പ വറവിട്ടു. എന്തോ വറവിട്ട് ഇങ്ങനെയായിട്ടുണ്ട് കപ്പ. ഞാൻ ഒന്ന് ഉപ്പുണ്ടോ താഴെ കമന്റ് ചെയ്യണം. നിങ്ങളുടെ നാട്ടില് കപ്പ വറവിടുക എന്നാണോ താളിക്കാന്നാണോ പറയാ? അയ്യോ താളിക്കല്ലായിരിക്കും. വേറെന്തോ കറിക്കൊക്കെ താളിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. കടുക് തള്ളി കിട്ടു. നമുക്ക് ഉപ്പുണ്ടോ നോക്കട്ടെ. എനിക്ക് നല്ല താങ്ക്യൂ. ഇച്ചിരൂടെ വേണോ? വേണ്ടല്ലോ, ഇത് കുഴഞ്ഞല്ലേ. ഉപ്പ് വേണം ഇച്ചിരൂടെ. അമ്മയെ നല്ല ഉപ്പുണ്ട്. നല്ല ഉപ്പ് നല്ല ആവശ്യത്തിന് ഉപ്പുണ്ട്. എടുത്ത് നോക്ക്. ഒന്നുകൂടെ നോക്കട്ടെ. ഉപ്പ് നോക്കണ്ട. ഓക്കെ. അപ്പൊ ഇനി ഇപ്പൊ നമ്മള് ചെയ്യാൻ പോകുന്നത് ചിക്കൻ കറി. ഇത് മാറ്റി വെച്ചിട്ട് ചിക്കൻ കറി ഇത് കുറച്ച് തണുത്ത് കഴിയുമ്പോൾ സെറ്റ് ആയിക്കോളും ഗൈസ്. അപ്പൊ ഇനി നല്ല എരിവുണ്ട് കേട്ടോ. ഒരു എന്തുവാ കഴിഞ്ഞിട്ട് തരാ. ഒരെണ്ണൂടെ. എന്റെ മാതാ ഇതിനെ കൊണ്ട് കുറച്ച് വലുത് ഇത് കൊള്ളും. തിന്നു എന്നുണ്ട്. അതാ മതി. ഞാൻ ഒരു ഓഫ് ആക്കണ്ടല്ലേ ഗൈസ്. നമ്മുടെ ചിക്കൻ കുട്ടന്മാര് നോക്കൂ. കുട്ടപ്പന്മാര് പാത്രത്തിൽ കയറ്റാനുള്ള സമയമായി. അലങ്കോലമായി കിടക്കുകയാണ് ഈ അടുക്കള. ഇനി ഇതൊക്കെ ഒന്ന് റെഡി ആക്കണം. മനോഹരമാണ് ഈ ടേബിളും ഈ ഫ്ലോറൊക്കെ. ഇതിപ്പോ ചേച്ചി വന്ന് വൃത്തികേടാക്കിയതാണ്. ഞാൻ കണ്ടോ എല്ലാം വന്നിട്ട് ഇങ്ങനെ വൃത്തികേടാക്കി ഇടും. ഒന്നൂടെ. അപ്പൊ കഴിച്ച് നമ്മൾ ഇപ്പൊ ചിക്കൻ കറി ആക്കാൻ വേണ്ടി പോവാണ്. ചേച്ചി ആദ്യമായിട്ട് എണ്ണ ഒഴിക്കുന്നതാണ്. ആവശ്യത്തിന് എണ്ണ വെക്കണം. ആവശ്യത്തിന് എണ്ണ ഉണ്ടാകും. എണ്ണ എന്ന് പറഞ്ഞാൽ എത്രയാന്ന് എനിക്ക് അറിയാൻ ക്യാമറ ഫിയർ ഉണ്ട് ഗൈസ്. നോ വേ. ഇപ്പൊ ഇത്രയും എണ്ണ മതിയായിരിക്കുമെന്ന് എന്റെ പ്രതീക്ഷ. ഇനി ഇതിൽ എന്റെ നാട്ടിലൊക്കെ, എന്റെ നാട്ടിലല്ല, ഞാൻ ചിക്കൻ കറിക്ക് എന്തിടും? ചേച്ചി എപ്പോഴും എല്ലാത്തിനും കടുക് ഇടും. എനിക്ക് കടുക് വേണം. കടുക് പൊട്ടി എനിക്ക് എല്ലാത്തിനും ഇടേണ്ട ആവശ്യമില്ല. ഇടേണ്ടതിനൊക്കെ ഞാൻ ഇടണ്ടതിനൊക്കെ ഇട്ടിട്ട് എന്താത്തിനാണ് ഞാൻ മുട്ട വരച്ചപ്പോ കറി കിട്ടാ? ചുമ്മാ തള്ളുക. മുട്ട പൊരിച്ചൊഴികെ ബാക്കി എല്ലാത്തിനും കടുക്. പിന്നെ വേറെ ഇവിടെ ആക്കിയിട്ടുള്ളേ? അയ്യോ സാമ്പാറിന് കടുക് പൊട്ടിക്കുവോ? സാമ്പാറിന് പൊട്ടിക്കും. ഞാൻ മെയിനായിട്ട് സാമ്പാറാണ് വെക്കാറുള്ളത്. അത് ഞാൻ കടുക് പൊട്ടിക്കും. വെറുതെ പറയുന്നേ ഗൈസ്. കടുക് പൊട്ടണം എന്നാലേ ടേസ്റ്റ് വരുള്ളൂ. ഈശോയെ കൂടുതൽ ഇച്ചിരി ഇടണ. ഇത്ര പോരെ? പൊന്നെ മതി. ഇച്ചിരി കടുകൊക്കെ പൊട്ടിട്ടെ എന്നാലേ ടേസ്റ്റ് വരൂ. പൊട്ടിക്കും കൂടി. ഗൈസ് അത് കഴിഞ്ഞിട്ട് നമ്മള് ഇതെന്ത് പൊട്ടാത്ത, നമുക്ക് ചൂടിച്ചിരി അല്ല തീ ഇച്ചിരി കൂട്ടി വെക്കാം. എന്നിട്ട് നമ്മൾ ഉള്ളി ഇടും. കുറച്ച് വെളുത്തുള്ളി, സോറി ഇഞ്ചി വെളുത്തുള്ളി. അമ്മേ കത്തിക്കല്ലേ എന്റെ ഫോണ്. തവി വാക്കൊക്കെ കുഴയുന്നു. രാവിലെ അടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നത്. ഞങ്ങള് വെളുത്തുള്ളിയും ഇഞ്ചി ഇട്ടു. അത് ഒരുമാതിരി എന്തോ ആയി. ഇനിയിപ്പം നമുക്ക് സവാള ഇടാം. സവാള ഗൈസ് ഇങ്ങനെയൊന്നും അല്ലായിരിക്കും ചിക്കൻ കറി വെക്കുന്നത്. ഇങ്ങനെ അല്ലേലും ഞങ്ങൾ ഇങ്ങനെയൊക്കെ കഴിച്ചു. ഞാൻ എന്താക്കിയാലും എൻ്റെ അരിച്ച് കഴിക്കും. അതുപോലെ തന്നെ
കഴിച്ചു. എനിക്ക് വലുതായിട്ട് കുക്കിംഗ് ഒന്നും അറിയില്ല. ഞാൻ ഇവിടെ വന്നപ്പോ പഠിപ്പിച്ചത് അത് വെച്ചിട്ട് എല്ലാം ഒന്നുമല്ല. എന്നാലും ഒരു ചുമന്ന കളറാകുന്നത് വരെ അതിന്റെ ഇടയ്ക്ക് ഞാൻ തക്കാളി ഇടും, മസാല ഇടും, ചിക്കൻ ഇടും. എന്നിട്ട് ഇനി ഞങ്ങൾക്ക് മൂടില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ചിക്കൻ കറി തിളയ്ക്കുമ്പോ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. മക്കളെ, അപ്പോൾ ചിക്കൻ കറി തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. കുറച്ചുകൂടി ഒന്ന് ഒരു 5 മിനിറ്റ് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. സമയം ഒരു 1:10 ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സോ ഇതാണ് ഞങ്ങളുടെ ഫൈനൽ ചിക്കൻ കറി ആൻഡ് കപ്പ. അത് ഇന്ന് നോക്കിയിട്ട് പറ എങ്ങനെയുണ്ടെന്ന്. ഞങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇന്ന് ഏത് സിനിമ കാണുന്ന നോട്ട്ബുക്ക് കണ്ടുകൊണ്ട് ഫുഡ് കഴിക്കും. ഞങ്ങൾ എല്ലാ ദിവസവും അല്ല, ഈ ശനി ഞായർ എന്തെങ്കിലുമൊക്കെ സിനിമ കണ്ടുകൊണ്ടായിരിക്കും ഫുഡ് കഴിക്കുന്നത്. എങ്ങനെയുണ്ട്? അല്ല, ടേസ്റ്റ് ഉണ്ടോ? ഓക്കെ, തള്ളുണ്ട്. അപ്പോൾ ഇപ്പോൾ സമയം 6:20 ആയി. ഞങ്ങൾ വീട്ടിലൊക്കെ വിളിച്ചു. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞ് വീട്ടിലൊക്കെ വിളിച്ചു. എൻ്റെ NCCയിലുണ്ടായിരുന്ന കുറച്ച് ഫ്രണ്ട്സ് ഗ്രൂപ്പ് കോൾ ചെയ്തായിരുന്നു. ആൻസി വീട്ടിൽ വിളിച്ചു. പിന്നെ ഞങ്ങൾ ഒരു നീണ്ട ഉറക്കം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് കുളിച്ച് ഇപ്പം ഇനി കുറച്ച് തുണി അലക്കാനിടാനുണ്ട്. അതിന് വേണ്ടിയിട്ട് പോകണം. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒന്നും ആയിട്ടില്ല. ഞങ്ങൾക്ക് വൈകുന്നേരത്തേന് പൊറോട്ടയില്ല, എന്നതാ റാപ്പ് ആക്കണം. സോ തുണി അലക്കാൻ പോട്ടെ. ഇവിടെയാണ് അപ്പുറത്തെ വീട്ടിലെ അറിവാണ്. ഞാൻ പോയിട്ട് അവരെ വിളിച്ചിട്ട് ചോദിച്ചു നോക്കാം. സ്റ്റേഷനിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ സോറി, ഞാൻ ഇതിലേതായാലും സോറി, രണ്ടാമത്തേതിൽ ഞാൻ 2ലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് ഞങ്ങളുടെ ഷൂളയുള്ളത്. ആ കാണുന്നതാണ് ഞങ്ങളുടെ ആൾട്ടൺ ഹൈം, ഓൾഡ് ഏജ് ഹോം. അവിടെ ഏതോ ഒരു അമ്മച്ചിരുന്ന് കുറുകുറുക്കുന്നു. സിഗരറ്റ് അല്ല, എന്തോ പറയുന്നുണ്ട്. സിഗരറ്റ് ഉണ്ട് ഈ കയ്യില്. അപ്പൊ ഗൈസ്, ചേച്ചി ഇതാ തുണിയെല്ലാം കൂടെ വാഷിംഗ് മെഷീനകത്ത് കുത്തി കേട്ടിട്ടുണ്ട്. എവിടെ? നിന്റെ നല്ല തുണി ഉണ്ട് ഇതിനകത്ത്. എൻ്റെ 2 എന്റെയും ചേച്ചിന്റെ ഒന്നിച്ചാണ് ഇടുന്നേ. ഞങ്ങള് ഒരു കുടുംബം പോലെയാണല്ലോ. അതെ, എന്നാണ് അടിച്ച് പുറത്തേക്ക്. സോ ഇപ്പം ഞങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ വീട്ടിലാ. എന്താണ് അബിയ ഏതോ രാത്രിത്തേക്ക് മൂവി ഡൗൺലോഡ് ചെയ്തോണ്ടിരിക്കും. രാത്രി ചില്ല ചെയ്യാൻ മൂവി. അബി ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് എവിടുത്തെ സിനിമ കിട്ടിയേനെ. അതെ, നാളെ ഓടുമ്പോ പോയില്ലേ? എത്ര മണിക്കാ അറിയോ? ഇല്ലായിരുന്നു, പക്ഷെ ഇപ്പൊ വന്നു. നീ പറഞ്ഞിട്ട് അതിന്റെ ഭാഗ്യത്തിന് കൊണ്ടുപോയിട്ടില്ല. ഞങ്ങള് ഉച്ചക്കത്തെ ചിക്കൻ കറിയും റാപ്പും കൂടി യൂട്യൂബിൽ ഏതെങ്കിലും വീഡിയോ കണ്ടുകൊണ്ട് കഴിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ പാരഡൈസ് എന്ന് പറഞ്ഞ സിനിമ, പാരഡൈസ് അല്ലേ, അത് ഡൗൺലോഡ് ആക്കിയിട്ടുണ്ട്. ഇനി അത് കാണും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇനിയിപ്പം നാളെ പള്ളിയിലൊക്കെ പോകും. ഇതുപോലെയൊക്കെ തന്നെയായിരിക്കും. സോ ബൈ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവര് ലൈക്ക് ചെയ്യണം, അതിന് ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ബൈ. അപ്പൊ ഇത് കൊടുക്കാം. വാ പോവാം, വാ. മറ്റേ പാട് ഫോൺ പിടിക്കുന്നത് തന്നെ
ഇങ്ങനെ പിടിച്ചാലേ അവർക്ക് ഇടത്തുള്ളൂ. അവർ ഇങ്ങനെയാ ഫോൺ പിടിച്ചത്. ഓക്കെ, അപ്പൊ കുഴപ്പമില്ല. പക്ഷെ ഞാൻ ഇടും അത് എങ്ങനെയാണേലും. ഓ ഗോഡ്.